അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 12ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 5ാം പാഠം ഇബ്രാഹിമു അലൈഹിസ്സലാം. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ ഗൈറു മുൻസരിഫിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ഗൈറു മുൻസരിഫ് എന്നും ഗൈറു മുൻസരിഫിൻ്റെ ഇല്ലത്തുകളും അവയുടെ വിവരണങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് നോക്കാം. പാഠഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇബ്രാഹിമു അലൈഹിസ്സലാം വകാന ലഹു ഔലാദുൻ അഷ്ഹുറുഹും ഇസ്മായിലു വ ഇസ്ഹാഖു അലൈഹിമസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കുറേ മക്കളുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും പ്രസിദ്ധർ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്നിവരാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സുരിയത്തി ഇസ്മായിലു അലൈഹിസ്സലാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. വ യാക്കൂബു അലൈഹിസ്സലാമു മിൻ അബ്നാ ഇസ്ഹാഖ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ടവരുമാണ്. വക്കാനലി യാക്കൂബ അലൈഹിസ്സലാം 12 വലദൻ അഷ്റഫുഹും യൂസുഫ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് 12 മക്കളുണ്ടായിരുന്നു. അവരിൽ ഏറ്റവും മഹത്വമുള്ളവർ യൂസുഫ് അലൈഹിസ്സലാമാണ്. വക്കാന നബിയൻ വ മലിക്കൻ ഫി മിസുറ. അദ്ദേഹം നബിയും മിസുറിലെ രാജാവുമായിരുന്നു. ഈ പാഠഭാഗത്തിൽ കളറിൽ നൽകിയ ചില പദങ്ങൾ ശ്രദ്ധിക്കുക. ഇബ്രാഹിമു, ഇസ്മായിലു, ഇസ്ഹാഖു, യാക്കൂബ, യൂസുഫു, മിസ്ര എന്നിവയാണ് ഈ പദങ്ങൾ. ഈ ഇസ്മുകളിൽ മർഫു, മജ്റൂർ എന്നിവയുണ്ട്. അതിൽ ജറ്, തൻവീന് എന്നിവ പ്രവേശിച്ചിട്ടില്ല. കാരണം ഇവകൾ ഗൈറു മുൻസരിഫാണ്. അതിൽ ജറ്, തൻവീന് എന്നിവ പ്രവേശിക്കുകയില്ല. ലമ്മ് കൊണ്ട് റഫ്ഉം ഫതഹ കൊണ്ട് നസ്ബും ജറും നൽകപ്പെടും. ഗൈറു മുൻസരിഫിന് ലമ്മ് കൊണ്ട് റഫ്ഉം ഫതഹ കൊണ്ട് നസ്ബും ജറും നൽകപ്പെടും. ഇതിലെ വ്യാകരണ നിയമം നമുക്ക് നോക്കാം. ഒരു ഇസ്മിൽ 9 ഇല്ലത്തുകളിൽ നിന്നുള്ള 2 ഇല്ലത്തോ 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന 1 ഇല്ലത്തോ ഉണ്ടായാൽ അതിന് ഗൈറു മുൻസരിഫ് എന്ന് പറയും. ഒരു ഇസ്മിൽ 9 ഇല്ലത്തുകളിൽ നിന്ന് 2 ഇല്ലത്തോ 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന 1 ഇല്ലത്തോ ഉണ്ടായാൽ അതിന് ഗൈറു മുൻസരിഫ് എന്ന് പറയും. ജംഉ, മുഅന്നസിൻ്റെ 2 അലിഫ് എന്നിവയാണ് 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. 9 ഇല്ലത്തുകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. വസ്നുൽ ഫിഅല്, തർക്കീബ്, ഉജ്മ, അദ്ല്, വസ്ഫ്, ജംഉ, തഅനീസ്, അൽ അലിഫു വന്നൂനു. ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വസ്നുൽ ഫിഅല് അഹ്മദ്. ഫിഅല് കൊണ്ട് പ്രത്യേകമായ വസ്നിൽ ഇസ്മാവുക. ഇതാണ് വസ്ന് ഫിഅല്. അത്തർക്കീബു ഉദാഹരണം ബഅലബക്. വൈഹ് കൊണ്ട് അവസാനിക്കാത്ത മുറക്കബാവുക. അൽ ഉജ്മ ഉദാഹരണം ഇബ്രാഹിം. അനറബി പദം മഅരിഫയായ അലമ്. അൽ അദ്ലു ഉദാഹരണം ഉമർ. ഒരു ഇസ്മിനെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീക്കൽ. അൽ വസ്ഫു ഉദാഹരണം അഹ്മർ വിശേഷണം. അൽ ജംഉ മസാജിദു ഉദാഹരണം മസാജിദു. മഫായില്, മഫായീൽ എന്നീ വസ്നുകളിൽ വരുന്ന ജംഇനെയാണ് ഇവിടെ ജമ്മു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തഇനീസു ഉദാഹരണം ഫാത്തിമ സ്ത്രീലിംഗമായി വരാൻ. അൽ അലിഫു വന്നൂനു സക്റാൻ അലിഫും നൂനും. പ്രത്യേകമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അമ്പിയാക്കളുടെ പേരുകളിൽ 4 ഒഴികെ ബാക്കി മുഴുവനും ഉജ്മയാണ് അഥവാ അനറബിയാണ്. ഉജ്മയല്ലാത്ത 4 അമ്പിയാക്കളുടെ പേരുകൾ ഹൂദ് അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, സാലിഹ് അലൈഹിസ്സലാം, മുഹമ്മദ് അലൈഹിസ്സലാം എന്നിവയാണ് അറബിയായ പദങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള പദങ്ങളൊക്കെ ഉജ്മയാണ് അഥവാ അനറബിയാണ്. ഉജ്മ അഥവാ അനറബി ഗൈറു മുൻസരിഫ് ആകണമെങ്കിൽ 2 നിബന്ധനയുണ്ട്. ഒന്ന്, അയ്യക്കൂന ആലമൻ ഫീ ലുഗത്തിൽ ഉജം. അനറബി ഭാഷയിൽ അലമാവണം. 2,
3 ഹർഫിനേക്കാൾ കൂടുതലാവണം. ഈ 2 നിബന്ധനകൾ ഉണ്ടായിരിക്കണം. വസ്ഫ് എന്ന ഗൈറു മുൻസരിഫാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായി തന്നെ ആവണം. വസ്ഫ് അടിസ്ഥാനപരമായി തന്നെ വസ്ഫായിരിക്കണം. ആദ്യം ഇസ്മ് പിന്നെ വസ്ഫ് ആയി മാറിയ അങ്ങനെയുള്ള രൂപമാകരുത്. മുഅന്നസിൻ്റെ തായിനെ സ്വീകരിക്കാതിരിക്കുകയും വേണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഗൈറു മുൻസരിഫിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. മസാബീഹ് വസ്നു മഫായിൽ. ഉദാഹരണം വിളക്ക്. സഹ്റാ അലിഫു തഅനീസിൽ മംദൂദ, മരുഭൂമി എന്നാണ് അർത്ഥം. സൽമ അലിഫു തഅനീസിൽ മഖ്സൂറ, സ്ത്രീയുടെ പേര്. അഹ്മദ് വസ്നുൽ ഫിഅലി വൽ അലമിയ്യ, പേര്. ഉസ്മാൻ അൽ അലമിയ്യത്തു വസിയാദത്തുൽ അലിഫി വന്നൂൻ, ഇതൊരു പേരാണ്. ഉമർ അൽ അലമിയ്യത്തു വൽ അദലു അൻ ആമിരിൻ, ഇതാണ് ഇല്ലത്ത്. ഹലറു മൗത്ത് അൽ അലമിയ്യത്തു വത്തർക്കീബു. അഹ്മർ വസ്നുൽ ഫീലി വൽ വസ്ഫിയ, അർത്ഥം ചുമന്നത് എന്നാണ്. യാക്കൂബ് അൽ അലമിയ്യത്തു വൽ അജമിയ്യ, അതൊരു പേരാണ്. നമ്മൾ ഉദാഹരണങ്ങളും അതിൻ്റെ ഇല്ലത്തുകളും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടെ വിവരിച്ചത്. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അൽ ഇലലു തിസ്ഉ മാഹിയ, ഏതൊക്കെയാണ് 9 ഇല്ലത്തുകൾ? വസ്നുൽ ഫീല്, തർക്കീബ്, ഉജ്മ, അദ്ൽ, വസ്ഫ്, ജംഉ, തഅനീസ്, അൽ അലിഫു വന്നൂനു. ഇല്ലത്താനി തഖൂമാനി മഖാമ ഇല്ലത്തൈനി മാഹുമ, 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 ഇല്ലത്തുകളുണ്ട്. അവയേവ? അൽ ജംഉ വ അലിഫാ തഅനീസി, ജമ്മും തഅനീസിൻ്റെ 2 അലിഫും. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങളിലുള്ള ഇല്ലത്തുകൾ ഏതൊക്കെ എന്ന് നോക്കാം. മസാജിദുൻ അൽ ജംഉ അലാ വസ്നി മഫാഇൽ. സഹ്റാ അലിഫു തഅനീസിൽ മംദൂദ. സൽമാനു അൽ അലമു വസിയാദത്തുൽ അലിഫി വന്നൂൻ. സുലൈമാൻ അൽ അലമു വൽ ഉജ്മ. നമുക്കൊരു ബൈത്ത് നോക്കാം. ഫഅദിൽ സിഫന്നിസ് അരിഫ് അജം ഇജ്മഇ റക്കിബ് വസിദ് വൽ ഫിഅല സിൻഹു തൻഇ. ഫഅദിൽ സിഫന്നിസ് അരിഫ് അജം ഇജ്മഇ റക്കിബ് വസിദ് വൽ ഫിഅല സിൻഹു തംനഇ. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ബൈത്തിൽ തന്നെ 9 ഇല്ലത്തുകളും വിവരിച്ചതാണ് ഈ ബൈത്ത്.